ഏപ്രിൽ മാസത്തിൽ മാവ് ഇതുപോലെ തളിർത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സൂചന കേട്ടോ. നിങ്ങളെ മാവ് ഇതുപോലെ ഈ സമയത്ത് തളിർത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം, അതായത് 8 മാസത്തിന് ശേഷം മാവ് പൂക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്താണെന്നറിയോ? 8 മാസം പ്രായമായിട്ടുള്ള ബ്രാഞ്ചസിലാണ് സാധാരണഗതിയിൽ മാവ് പൂക്കുക. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ മാവ് തളിരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പൂക്കാൻ യോജിച്ച ബ്രാഞ്ചസ് കിട്ടും. വെറുതെ കിട്ടുമൊന്നുമില്ല കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് വളം ചെയ്യണം. അതായത് ഒരു 3 വർഷം പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മാവാണെങ്കിൽ നല്ല വളർച്ചയുണ്ടെങ്കിൽ 1.5 കിലോഗ്രാം യൂറിയയും 2 കിലോഗ്രാം രാജ്ഫോസും ഒരു 50 കിലോഗ്രാം എങ്കിലും ജൈവവളവും കൊടുക്കണം. അപ്പോൾ നല്ല തളിർപ്പുകൾ, നല്ല കരുത്തുള്ള തളിർപ്പുകൾ കിട്ടും. ഈ തളിർപ്പുകളാണ് ഈ ബ്രാഞ്ചസിലാണ് മാവ് പൂക്കുക. ഇത് മാത്രം പോരാ, നവംബർ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒക്ടോബർ മാസം അവസാനം ആകുമ്പോഴത്തേക്കും മാവിന് 2 കിലോഗ്രാം പൊട്ടാഷ്യം കൂടി കൊടുക്കണം. അപ്പോൾ മാവിന് മനസ്സിലാവും ഈ പൂക്കേണ്ട സമയമായി. കാരണം കാർബൺ നൈട്രജൻ അനുപാതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയാകുമ്പോഴാണ് മാവ് പൂക്കുക. പൂത്താൽ മാത്രം പോരല്ലോ, കായ പൊഴിഞ്ഞു പോകാതിരിക്കാനും പൊട്ടാഷ്യം അത്യാവശ്യമാണ്.